പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ അടുത്തിടെയായി കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ഇന്ത്യ ലയനത്തിനായുള്ള മുറവിളികൾ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ പറ്റിയുള്ള ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിരവധി പ്രസ്താവനകൾ പുറത്തുവന്നിരുന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഒരു ദിവസം ഇതിന്മേൽ പൂർണ്ണമായുള്ള അധികാരപരിധി നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും 2019 വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ഇത്തവണത്തെ ഇലക്ഷനിൽ BJP സർക്കാർ ജയിക്കുകയാണെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇത്തരം പ്രസ്താവനകൾ വന്നു തുടങ്ങിയതോടെ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പരിണിത ഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. അതായത് സാമ്പത്തിക, രാഷ്ട്രീയ, ജിയോപൊളിറ്റിക്കൽ മുതലായ വ്യത്യസ്ത മേഖലകൾക്ക് കീഴിലുള്ള പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കാനും നമുക്ക് ശ്രമിക്കാം. കൂടാതെ തീവ്രവാദം, വിഘടനവാദം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനം കൂടി നമുക്കിതോടൊപ്പം നോക്കാം. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ വിവിധ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇതിൽ ആസാദ് കാശ്മീർ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, ഷക്സ്ഗാം താഴ്വര എന്നീ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ചവയാണ്. പരിണിത ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാകിസ്ഥാൻ സമാധാനപരമായി പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്ക് കൈമാറില്ല എന്നത് ഉറപ്പാണ്. നിലവിൽ പട്ടിണി മൂലം ചർച്ചകൾക്കായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര പാതയിലൂടെ മാത്രം ഇത് സംഭവിക്കുക അസാധ്യമായതുകൊണ്ട് സൈനിക നടപടിയും ആവശ്യമായി വരും. ഈ സൈനിക നടപടി വളരെ ചെറുതും വേഗമേറിയതും നിർണായകവുമായിരിക്കണം. കാരണം നീണ്ടു നിൽക്കുന്ന യുദ്ധം ആണവായുധ ഉപയോഗത്തിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ചൈന കൂടി സജീവമായി ഇടപെട്ടാൽ രണ്ട് മുന്നണി യുദ്ധത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ സൈനികവൽക്കരിച്ചിരിക്കുന്നതിനാൽ പ്രധാനപ്പെട്ട സൈനിക ഇൻസ്റ്റാളേഷനുകൾ നമുക്കാദ്യം നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനായി ഇന്ത്യൻ സായുധ സേനയുടെ മികച്ച പ്രവർത്തനത്തോടൊപ്പം വ്യോമാക്രമണം, കവചിത വാഹനങ്ങളുടെയും കാലാൾപ്പടയുടെയും സാന്നിധ്യം, മിസൈലുകൾ പോലെയുള്ള തന്ത്രപരമായ ആയുധങ്ങളുടെ ഉപയോഗം, അറേബ്യൻ കടലിൽ ഇന്ത്യൻ നാവിക സേനയുടെ നടപടി എന്നിവ പരസ്പര സഹകരണത്തോടെ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം. ഒന്നാമതായി സമ്പദ് വ്യവസ്ഥ. ഒരു യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന ചെലവ് എല്ലായ്പ്പോഴും വളരെ വലുതായിരിക്കും. പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതോടെ യുദ്ധങ്ങൾ കൂടുതൽ ചെലവേറിയതായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്ട്രാറ്റജിക് ഫോർസൈറ്റ് ഗ്രൂപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് 2002 മുതൽ 2005 വരെ അതിർത്തി പ്രതിരോധങ്ങൾക്കായി ഇന്ത്യ പ്രതിദിനം 14.6 ബില്യൺ രൂപ ചെലവഴിച്ചു. അതേസമയം ഈ ചെലവ് ഇന്ന് 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നതിനായുള്ള ഒരു പൂർണ്ണമായ യുദ്ധത്തിന് എന്ത് ചെലവാകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം പ്രദേശം പിടിച്ചെടുത്ത ശേഷം ചില പ്രാദേശിക ഗ്രൂപ്പുകളിൽ നിന്നും ഇന്ത്യ പ്രതിരോധം നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രദേശം വളരെയധികം സൈനികവൽക്കരിക്കേണ്ടി വരുമെന്നതും നല്ല രീതിയിൽ ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മറുവശത്ത് ഇന്ത്യക്ക് സാമ്പത്തികമായി ഒരു പരിധിവരെ നേട്ടമുണ്ടാക്കാൻ ഈ പ്രദേശം സഹായിക്കുകയും ചെയ്യും. അതായത് പ്രകൃതി വിഭവങ്ങൾ നിറഞ്ഞതാണ് പാക് അധിനിവേശ കാശ്മീർ. കൂടാതെ പ്രദേശത്തിന്റെ ജലവൈദ്യുത സാധ്യതയും വളരെ വലുതാണ്. അങ്ങനെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകതകളിൽ പാക് അധിനിവേശ കാശ്മീരിന് മികച്ച സംഭാവനകൾ നൽകാൻ കഴിയും. അതോടൊപ്പം ടൂറിസം വ്യവസായത്തിനും ഈ പ്രദേശത്തിനൊരു മികച്ച സംഭാവന നൽകാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. രണ്ടാമതായി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയം ഇത്തരം വിഷയങ്ങളിൽ കുറച്ച് സെൻസിറ്റീവാണ്. നിർഭാഗ്യവശാൽ ദേശീയ താൽപര്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ചും ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിനായി നിലകൊള്ളാൻ കഴിയാത്ത ചില ആളുകൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുണ്ട്. തന്ത്രപരമായ പ്രാധാന്യം അറിഞ്ഞിട്ടും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്ന പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ദേശീയ താൽപര്യത്തെക്കാൾ ഇത്തരം രാഷ്ട്രീയത്തിന് മുൻഗണന ലഭിച്ചേക്കാം എന്നതുകൂടാതെ സാധാരണക്കാരുടെ പിന്തുണ ഈ പ്രവർത്തനം എത്രത്തോളം വിജയകരമാണ് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. മൂന്നാമതായി അന്താരാഷ്ട്ര രാഷ്ട്രീയം. സൈനിക നടപടികളോട് ഒരു പ്രദേശം പിടിച്ചെടുക്കുന്ന ഇത്തരം സംഭവങ്ങൾ സമീപകാലത്ത് വളരെ അപൂർവമാണ്. അന്താരാഷ്ട്ര സമൂഹം പൊതുവെ ഇത്തരം പ്രവൃത്തികളെ വിമർശിച്ചു പോരുന്നു. ഉദാഹരണത്തിന് ക്രിമിയെ റഷ്യ പിടിച്ചടക്കിയത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു. ഇതിന്റെ ഫലമായി റഷ്യ പിന്നീട് G8 നിന്ന് പുറത്താക്കുകയും അത് G7 ആക്കി മാറ്റുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിടുക്കത്തിൽ പോയതിനാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്നതിനാൽ ഇന്ത്യ കൂടുതൽ വിമർശനങ്ങൾ നേരിടാൻ തയ്യാറാകണം.
കൂടാതെ ഇന്ത്യയുടെ നിയമാനുസൃതമായ നിലപാട് ലോകത്തിനു മുന്നിൽ വെക്കാനും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിനായി അവരെ ബോധ്യപ്പെടുത്താനുമുള്ള ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പരീക്ഷണം കൂടിയാണിത്. നാലാമതായി തീവ്രവാദം. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ കൈവശമെത്തുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാശ്മീർ താഴ്വരയിലെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരത ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. കാരണം പാകിസ്ഥാന്റെ ടെറർ ലോഞ്ച് പാടുകളും നുഴഞ്ഞുകയറ്റത്തിനുള്ള താഴ്വരകളും പാക് അധിനിവേശ കാശ്മീരിലാണ്. നിഴൽ യുദ്ധത്തിന്റെ ദീർഘകാല നയം പാകിസ്ഥാൻ ഉപേക്ഷിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തീവ്രവാദം പൂർണ്ണമായും അവസാനിക്കുമെന്ന് നമുക്ക് പറയാനാകില്ല. എങ്കിലും ഇന്ത്യക്ക് സൈനിക വിന്യാസം കാശ്മീർ താഴ്വരയിൽ നിന്നും പാക് അധിനിവേശ കാശ്മീരിലേക്ക് മാറ്റാൻ കഴിയും. അഞ്ചാമതായി പ്രാദേശിക ജിയോ പൊളിറ്റിക്സ്. പ്രാദേശിക ജിയോ പൊളിറ്റിക്സ് ആയിരിക്കും ഏറ്റവും വലുതായി ബാധിക്കുന്ന വിഷയം. അതായത് പാക് അധിനിവേശ കാശ്മീർ തിരിച്ചെടുക്കുന്നത് ഇന്ത്യക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നു. ഈ പ്രതീക്ഷകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യമായി ഇതുവഴി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടുള്ള ഒരു ലാൻഡ് റൂട്ട് ലഭിക്കുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴിയുമായി ഗിൽജിത്തിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. നേരിട്ടുള്ള ഈ ലാൻഡ് കണക്ടിവിറ്റി അഫ്ഗാനിസ്ഥാനിലെത്താൻ ഇന്ത്യ പാകിസ്ഥാനെയും ഇറാനെയും ആശ്രയിക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കും. അതോടൊപ്പം വരാനിരിക്കുന്ന അസ്ഥിരമായ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനും കഴിയും. കൂടാതെ ഇതുവഴി മധ്യേഷ്യ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ വ്യാപാരവും വർദ്ധിക്കും. ഇതിനെല്ലാം പുറമെ പാകിസ്ഥാനെ മറികടന്ന് തജിക്കിസ്ഥാനിൽ നിന്നും ഗ്യാസ് പൈപ്പ് ലൈൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും കഴിയും. രണ്ടാമതായി ചൈനയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം ഇല്ലാതാക്കാൻ കഴിയും. പാകിസ്ഥാനും ചൈനയും തമ്മിൽ നേരിട്ട് ഭൂമി ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ ചൈനയ്ക്കെതിരെ ഇന്ത്യക്ക് വ്യോമാതിർത്തി തടയാനും കഴിയും. അതിനാൽ ഇവർക്കുള്ള കണക്ടിവിറ്റിയുടെ ഏകമാർഗം വളരെ നീണ്ടതും അസൗകര്യപ്രദവുമായ കടൽപാതയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ചൈന പാകിസ്ഥാൻ അവിശുദ്ധ ബന്ധത്തിന് ഇത് വലിയൊരു തിരിച്ചടിയാകും. ഇതിനാൽ ഭാവിയിൽ പാകിസ്ഥാൻ അടിയന്തര സൈനിക സഹായം നൽകാനുള്ള സ്ഥാനത്ത് ചൈന ഉണ്ടാകില്ല എന്ന സാധ്യതയും ഉയർത്തി കാണിക്കുന്നു. മൂന്നാമതായി CPCയുടെ അന്ത്യം കുറിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് അന്ത്യം കുറിക്കുന്നത് ചൈനയുടെ ആഗോളാഭിലാഷങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകും. പാക് അധിനിവേശ കാശ്മീർ തിരിച്ചെടുത്തതിനു ശേഷമുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധം വളരെ മോശമായിരിക്കും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലാണ്, അല്ലാതെ ഇന്ത്യയുടെ പ്രദേശത്തിനകത്തുള്ള നിയന്ത്രണരേഖയിലല്ല. നിലവിൽ പാകിസ്ഥാന്റെ ശ്രദ്ധ പാക് അധിനിവേശ കാശ്മീരിനെ തിരിച്ചെടുക്കുന്നതിലാണ്. കാരണം പാകിസ്ഥാൻ നിരീക്ഷകർ ഇപ്പോൾ കാശ്മീർ തിരിച്ചെടുക്കുന്നതിൽ പ്രാധാന്യം നൽകുന്നില്ല എന്നത് കൂടാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ കൈവശമാകുന്നത് ചൈനയുടെ താൽപര്യങ്ങളെയും സാരമായി ബാധിക്കും. കാരണം CPCയിൽ ചൈന വളരെയധികം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത്തരം കനത്ത നിക്ഷേപങ്ങൾ ഇന്ത്യക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നത് ചൈനയ്ക്ക് വൻ തിരിച്ചടി കൂടിയാണ്. അതിനാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ചൈനയുമായുള്ള യുദ്ധത്തിന്റെ ഭീഷണിയും ഉണ്ടായേക്കാം എന്നതിനാൽ അത്തരമൊരു ഭീഷണിയെ കൂടി നേരിടാൻ ഇന്ത്യ സൈനിക ശേഷി ഉയർത്തേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയിൽ കുറവുണ്ടാകുമ്പോൾ കാശ്മീരിലെ വിഘടനവാദവും ഗണ്യമായി കുറയും. ഇതുമൂലം കേന്ദ്രഭരണ പ്രദേശത്തിന് സ്ഥിരതയും സാമ്പത്തിക വികസനവും അനുഭവപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊരു അവബോധം നൽകാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ്. വ്യത്യസ്ത മുന്നണികളിലെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നതാണ് സത്യം. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നത് സാമ്പത്തിക രംഗത്ത് നഷ്ടമുണ്ടാക്കുകയും അന്തർദേശീയ ഇമേജ് ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. മാത്രമല്ല പുതിയതായി ഏറ്റെടുത്ത ഒരു പ്രദേശം ഭരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറുവശത്ത് പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്നത് ധാരാളം ജിയോ സ്ട്രാറ്റജി ഗുണങ്ങൾ ഉണ്ടാക്കുമെന്നും പറയപ്പെടുന്നു. അതായത് മുഴുവൻ മധ്യേഷ്യൻ പ്രദേശവും കൂടുതൽ യൂറോപ്യൻ പ്രദേശങ്ങളും കരയിലൂടെ ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കുന്നു. ഇതോടൊപ്പം ചൈന പാകിസ്ഥാൻ അവിശുദ്ധ ബന്ധം തകർക്കാനും പാകിസ്ഥാൻ തീവ്രവാദത്തിന് വലിയൊരു തിരിച്ചടി നൽകാനും നമുക്ക് കഴിയും.